റീസൺ ഒരുമാതിരി വല്ലാത്ത ചോദ്യമൊക്കെ പക്ഷെ ടൈമില്ല. പക്ഷെ മാത്സ് അത്യാവശ്യം കട്ടിയുണ്ടായിരുന്നു. സ്കിപ്പ് ചെയ്ത് പോയി ലാസ്റ്റത്തെ ബ്ലഡ് റിലേഷൻ ഒരു പസിൽ 2 പസിലും ലാസ്റ്റത്തെ അത് ഓക്കെ ആയിരുന്നു. സ്കിപ്പ് അടിക്കാതെ പോയിരുന്നെങ്കിൽ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലാണ്. ഇവിടെ നമ്മുടെ SBI POയുടെ എക്സാം നടക്കുകയാണ്. ഇപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റി, ഏതൊക്കെ ക്വസ്റ്റൻസ് ആണ് ചോദിച്ചതെന്ന് നമുക്ക് ആസ്പിറൻസിനോട് തന്നെ ചോദിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ചില ക്വസ്റ്റ്യൻസിനൊന്നും ടൈം കിട്ടിയില്ല, മാത്സിനും പിന്നെ റീസണിങ് അതുമാതിരി. റീസൺ ഒരുമാതിരി വല്ലാത്ത ചോദ്യമൊക്കെ അപ്പൂപ്പന്റെ റിലേഷനിൽ ഇന്നത് വന്ന ആര്, പിന്നെ ഒരു 4 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ അപ്പൂപ്പൻ തന്നെ വേറെ കെട്ടും. അങ്ങനെ കുറച്ച് ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ടൈം എക്സാം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഈസി ആയിരുന്നു. പക്ഷെ ടൈമില്ല. ടൈം കിട്ടിയില്ല. കുറച്ചുകൂടെ വേണം. ഏതിനായിരുന്നു ടൈം കിട്ടാത്ത? ഇംഗ്ലീഷിന് ടൈം കിട്ടിയില്ല. അപ്പോൾ റീസണിങ് മാത്തമാറ്റിക്സും ടൈം കിട്ടി. അത് കുഴപ്പമില്ല. എത്ര ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്തു? ഞാനൊരു 80 ക്വസ്റ്റ്യൻ വരെ. ഏത് ക്വസ്റ്റൻ ആയിരുന്നു ടഫായിട്ട് തോന്നിയത്? ടഫായിട്ട് തോന്നിയല്ല, എനിക്ക് ഇംഗ്ലീഷ് ടൈം കിട്ടിയെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാമെന്ന് തോന്നി. എങ്ങനെയായിരുന്നു എക്സാം? കുഴപ്പമില്ല. ടൈം കിട്ടിയായിരുന്നു എല്ലാത്തിനും? ഇല്ല, ഏതാ ബുദ്ധിമുട്ടുണ്ടായി? ഇംഗ്ലീഷ് കുറെ പാരഗ്രാഫ്. റീസണിങ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. കുഴപ്പമില്ലായിരുന്നു. എക്സാം മോഡറേറ്റ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും ലെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്സി ഒന്നും സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. DI അങ്ങനെയൊക്കെ ആയിരുന്നു. ടൈം കിട്ടിയായിരുന്നു റീസണിങ്? റീസണിങ് സ്കിപ്പ് ചെയ്ത് പോയി ലാസ്റ്റത്തെ ബ്ലഡ് റിലേഷൻ ഒരു പസിൽ 2 പസിലും ലാസ്റ്റത്തെ അത് ഓക്കെ ആയിരുന്നു. സ്കിപ്പ് അടിക്കാതെ പോയിരുന്നെങ്കിൽ കോൺസെപ്റ്റ് ടഫായിരുന്നു. ഇംഗ്ലീഷ് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. കഴിഞ്ഞ 2 അറ്റംപ്റ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് എളുപ്പമായിരുന്നു അതോ ടഫായിരുന്നു? ഇത് കോൺസെപ്റ്റ് ടഫായിരുന്നു. ബാക്കി രണ്ടും മാനേജ് ചെയ്യാൻ പറ്റും. റീസണിങ്ങും ഇംഗ്ലീഷും മാനേജ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ലായിരുന്നു. 35 ചെയ്തിട്ടുണ്ട്. പക്ഷെ മാത്സ് അത്യാവശ്യം കട്ടിയുണ്ടായിരുന്നു. ഇങ്ങനെ സമയം കിട്ടാതെയാണോ അതോ? അല്ല, ആവറേജ് ആയിട്ടുള്ള ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. റീസണിങ് റീസണിങ് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ സമയത്തിന്റെ പ്രശ്നം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ടഫായിരുന്നു കമ്പാരിറ്റീവ്ലി. ഇത് പോർഷൻസ് ആയിരുന്നു ടഫായിട്ട്? ക്വാണ്ടിറ്റേറ്റീവ് ആണ് കുറച്ച് ടഫായിട്ട്. ടൈം കിട്ടാതെയാണോ അതോ? ടൈമിന്റെ ആണ് മെയിൻ. റീസണിങ് എങ്ങനെ ടൈം കിട്ടിയായിരുന്നു? റീസണിങ് വലിയ കുഴപ്പം. എക്സാം വലിയ കുഴപ്പമില്ലായിരുന്നു. ഏത് പോർഷൻ ആയിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത്? ഇംഗ്ലീഷ് എളുപ്പമായിരുന്നു. മാത്സും വലിയ ബുദ്ധിമുട്ടില്ല, ഒരു മോഡറേറ്റ് എന്ന് പറയാം. റീസണിങ് നല്ല അത്യാവശ്യം പ്രാക്ടീസ് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. ടൈമിന്റെ പ്രശ്നം ഉണ്ടായി. ടൈമിന്റെ പ്രശ്നം, പ്രാക്ടീസ് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ സമയം കിട്ടിയായിരുന്നു കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏത് പോർഷൻ ആയിരുന്നു ടഫായിട്ട് തോന്നിയത്? ടഫായിട്ട് തോന്നിയില്ല, രണ്ടും ഏകദേശം എല്ലാവരും പോലെ ആയിരുന്നു. ഉണ്ടായിരുന്നു. എക്സാം എളുപ്പമായിരുന്നു. പക്ഷെ ലൈക്ക് ടൈം നമുക്ക് കുറച്ച് എവിടെ ഏറ്റവും കൂടുതൽ ടൈം ഡിഫിക്കൽട്ട് തോന്നി? ഏത് പോർഷൻ? റീസണിങ്. റീസണിങ്ങില. ഇംഗ്ലീഷ് കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ് എളുപ്പം. മാത്തമാറ്റിക്സ് ടഫായിരുന്നു. പക്ഷെ ലൈക്ക് സമയം കിട്ടിയിരുന്നെങ്കിൽ പ്രോപ്പർട്ടി ചെയ്യാൻ പറ്റുമായിരുന്നു. എത്രാമത്തെ അറ്റംപ്റ്റ് ഇത്? ഫസ്റ്റ്. ഓക്കെ, താങ്ക് യു.